പെർഫ്യൂം പുരട്ടുന്നവരാണോ നിങ്ങൾ? എന്നാൽ ശ്രദ്ധിക്കുക, പെർഫ്യൂം എന്നത് പലരുടെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഒരു നല്ല സുഗന്ധമുള്ള പെർഫ്യൂം ആത്മവിശ്വാസം നൽകും. ഇതിനെല്ലാം പുറമെ പെർഫ്യൂം ഒരു മൂഡ് എൻഹാൻസർ കൂടിയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പെർഫ്യൂം കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ അപകട സാധ്യത ഏറെയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അതേസമയം ഏറ്റവും അപകടകരമായ ഒരു ഉപയോഗ രീതിയാണ് കഴുത്തിൽ പെർഫ്യൂം പുരട്ടുന്നത്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. പല പെർഫ്യൂമുകളും ഫ്താലേറ്റുകൾ, പാരബെൻസ്, സിന്തറ്റിക് മസ്കുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവ നിങ്ങളുടെ ഹോർമോൺ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന കെമിക്കലുകളാണ്. അതുകൊണ്ട് തന്നെ ഇവയെ എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റിംഗ് കെമിക്കലുകൾ എന്നാണ് വിളിക്കുന്നത്. നേർത്ത ചർമ്മമുള്ള ഇടമാണ് കഴുത്ത്. ഇതിനു പുറമെ തൈറോയിഡ് ഗ്രന്ഥിയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അതിനാൽ ഇവിടെ പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ ഹോർമോൺ അസന്തുലിതാവസ്ഥ, തൈറോയിഡ് തടസ്സം, ഉപാചായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. ദീർഘകാലമായി ഇവ ഇത്തരത്തിൽ ഉപയോഗിച്ചാൽ സ്ഥാനാർബുദം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള ഹോർമോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻസറിന് സാധ്യതയുണ്ടായേക്കാം. നേരിട്ട് കഴുത്തിൽ പെർഫ്യൂം പുരട്ടുന്നതിനാൽ തൈറോയിഡ് ഗ്രന്ഥിയെ ഇത് ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇത് തൈറോയിഡ് പ്രശ്നങ്ങൾ, PCOS, പ്രത്യുൽപാദന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. ഇനി ഇത് മൂലമുള്ള ചർമ്മരോഗങ്ങൾക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഫോട്ടോ സെൻസിറ്റിവിറ്റി, കറുത്ത പാടുകൾ, അലർജി, പിഗ്മെന്റേഷൻ എന്നിവയ്ക്കും കാരണമായേക്കാം. കഴുത്തിൽ പെർഫ്യൂം പുരട്ടാതിരിക്കുക എന്നതാണ് പ്രാഥമികമായി ഈ പ്രശ്നത്തിനുള്ള ഏക പരിഹാരം. ഇതുകൂടാതെ ദോഷകരമായ സിന്തറ്റിക് കെമിക്കലുകളുള്ള പെർഫ്യൂം വിട്ട് ജൈവ പെർഫ്യൂമുകളിലേക്ക് മാറുന്നതും ശരീരത്തിന് നല്ലതാണ്.